തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ വാണിമേൽ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിലുണ്ടായ തർക്കം പരസ്യ പ്രതിഷേധത്തിലേക്ക്. ലീഗ് നേതൃത്വം രാജിവെക്കണമെന്നും നേതൃത്വത്തിൽ അഴിച്ചുപണി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തിയത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമാന്തര കമ്മിറ്റി രൂപീകരിക്കുമെന്ന മുന്നറിയിപ്പും പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഭൂമിവാദിക്കലങ്ങാടിയിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസ് താഴിട്ട് പൂട്ടുന്ന സ്ഥിതിയുമുണ്ടായി. ലീഗിന് നിർണായക സ്വാധീനമുള്ള 14-ാം വാർഡിലെ പരാജയമാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് മറിച്ചതായാണ് ഇവരുടെ ആരോപണം. നേതൃമാറ്റം ഉണ്ടാകാതെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം അണികൾ. അടുത്തയാളെ പരിപാടി എന്ന് പറഞ്ഞാൽ സമാധാനമായ ഒരു മുസ്ലിം ലീഗ് കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശക്തമായ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കും. വാർഡ് നിലക്ക് തന്നെ കമ്മിറ്റി ഉണ്ടാക്കി. എവിടെയും നമ്മൾ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇത് നാട്ടിലെ ജനങ്ങൾ ആവശ്യമാണ്, നമ്മളെ മാത്രം ആവശ്യമില്ല. ഓരോ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ ആവശ്യമാണ്. ഇവിടെ ഗ്രൂപ്പ് കളി അവസാനിപ്പിക്കും. ഗ്രൂപ്പ് കളി കൊണ്ട് മാത്രമാണ് വാണിമേൽ മുസ്ലിം ലീഗ് നഷ്ടപ്പെടാൻ കാരണം, പഞ്ചായത്ത് നഷ്ടപ്പെടാൻ കാരണം. അത് ഇവിടുത്തെ എല്ലാ ചെറുപ്പക്കാർക്കും വനിതാ ലീഗിൻ്റെ ആൾക്കാർക്കും എല്ലാവർക്കും ഇത് അറിയുന്ന ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത് തീരുമാനമാകാതെ ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ല. ഇനി എന്തെങ്കിലും വിട്ടുവീഴ്ചക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ 5-അംഗ കമ്മിറ്റി ഉണ്ടല്ലോ മുസ്ലിം ലീഗിൻ്റെ, ഇവിടെ നാട്ടിലെ മധ്യസ്ഥന്മാർ, അവർ ഞങ്ങളോട് എന്ത് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കാനും തയ്യാറാണ്. പക്ഷെ അവർ നമ്മൾ കളിയാക്കിക്കൊണ്ടാണ് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ആയാലും ജില്ലാ നേതാക്കന്മാരായാലും നമ്മളിത് ഗൗരവത്തിൽ കൊള്ളാണ്ട് നമ്മൾ താറടിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ഈ നേതാക്കന്മാരെ ഒരു പരിപാടിക്കും പങ്കെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഞങ്ങൾ ഉറച്ച തീരുമാനമാണ്. നടത്തിക്കൊണ്ടുള്ള സ്ഥാപനത്തിൽ എല്ലാം ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു റിലീഫ് ആണെങ്കിലും ഇവിടുത്തെ ഗർസൻ്റ് ഹൈസ്കൂൾ ആണെങ്കിലും എല്ലാത്തിലും തിരിമറികൾ നടന്നിരിക്കുന്ന ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ ഓഡിറ്ററും കൂടി നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ഞങ്ങളൊരു ആവശ്യമാണ്. അടുത്ത ആവശ്യം ഞങ്ങൾ 1-ാം ഘട്ടമാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പിരിച്ചുവിടുക, രാജിവെക്കുക എന്നുള്ള. 2-ാം ഘട്ടം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ വാർഡിലെ നാദാപുരം മണ്ഡലം സെക്രട്ടറിയാണ് MK മൂസ മാഷ് എല്ലാ സാധനങ്ങളും ഒഴിവാകണമെന്നാണ് ഞങ്ങൾ 2-ാമത്തെ ആവശ്യം. 3-ാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലുള്ള ഓരോ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് അതിൻ്റെ എല്ലാ ഓഡിറ്റർ അതിൻ്റെ കണക്ക് നമ്മളെ ഹാജരാക്കുക എന്നുള്ള. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.